ഏട്ടൻ പണിക്ക് പോയതിന് ശേഷം പിന്നെയും പോയി ഒന്ന് കിടന്നിട്ടോ, ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി രാവിലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു മന്ദപ്പാണ് മുഖത്ത് കാണുന്നത്. അപ്പോൾ വേഗം എണീറ്റ് പാടെ വേഗം പോയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം രാവിലെ എണീറ്റ് ഇങ്ങനെ പണി ഇപ്പോൾ തുടർന്ന് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എണീറ്റ് കഴിഞ്ഞ് പിന്നെയും പോയി കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു തലക്ക് എന്തോ ഒരു ഭാരമുള്ള പോലെയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുറത്താണെങ്കിൽ മഴയായാലും വെയിൽ ഇങ്ങനെ മാറി മാറി വരിക കേട്ടോ. കുറച്ച് നേരം വെയിലിറക്കി അപ്പോൾ മഴ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നൂൽപ്പെട്ടിന് കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ പണി അവിടെ കുറഞ്ഞ് കിട്ടി. പിന്നെ അതിലേക്ക് ഞാൻ ഇഷ്ടകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഉള്ളിയും കിഴങ്ങൊക്കെ നന്നാക്കുകയാണ്. ഞാൻ മാത്രമേ കറി കൂട്ടുള്ളൂ കേട്ടോ. മക്കളൊക്കെ ഇതാണ് തേങ്ങാപ്പാലാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ തേങ്ങാപ്പാൽ അത് വേറെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അപ്പോൾ ഓരോ പാത്രങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ക്ലീൻ ആക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അതുമല്ല നമ്മൾ ഈ പണികളൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ. ഈ നൂൽപ്പെട്ട് കഴിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ. പക്ഷേ ഞാൻ അധികം ഇങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഈ നൂൽപ്പെട്ടിൻ്റെ അച്ചിൻ്റെ സ്വതവേ സ്റ്റീലായിട്ട് ഭയങ്കര ടൈറ്റാണ്. നമ്മൾ അതിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴൊന്നും അത്ര പെട്ടെന്ന് മാവ് പുറത്തേക്ക് വരില്ല. പിന്നെ നൂൽപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ സഹായിയായി അധികം വരാൻ ഇട്ടുണ്ടാവുക. ഏട്ടൻ ഉണ്ടാകുമ്പോൾ ഏട്ടൻ ഹെൽപ്പ് ചെയ്യും. ഏട്ടൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ കിച്ചുവാണ് എന്നെ സഹായിക്കൽ. അങ്ങനെ ഒരുവിധം ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊരു ഞങ്ങളത് അങ്ങനെയാക്കി സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ. ഇനി വേഗം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിക്കണ്. ചെറിയാളതാ എണീറ്റ് അവിടെ നിൽക്കുന്നുണ്ട് ചായ ആയില്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ നേരം വൈകിയെന്ന് വെച്ചാൽ സ്കൂളില്ല. അതുകൊണ്ട് ആ ധൈര്യത്തിൽ പോയി ഇങ്ങനെ കിടന്നതാണ്. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് നേരം വൈകി എണീക്കാൻ. ഏട്ടന് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ ഒന്ന് കിടക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പണികൾ അങ്ങോട്ട് തുടരും കേട്ടോ. അധിക ദിവസവും അങ്ങനെ കിടക്കലില്ല. വേഗം പോയി ബാക്കിയുള്ള പണികളൊക്കെ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ ഇഷ്ടകറിയിലേക്ക് തേങ്ങയൊക്കെ വേണം. അപ്പോൾ വേഗം തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടോ. തേങ്ങ പൊട്ടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയത്ത് അത്ര എയിമില്ല തേങ്ങ പൊട്ടിക്കാൻ. എന്നാലും ഒരുവിധം ഞാനത് പൊട്ടിച്ചെടുക്കും. അങ്ങനെ അതിലേക്കുള്ള തേങ്ങയൊക്കെ ചരിഞ്ഞ് ഞാൻ മിക്സിയിലിട്ട് അപ്പോൾ നൂൽപ്പെട്ട് ഇവിടെ ആവിയിൽ വെന്ത് തന്നു കേട്ടോ. അപ്പോൾ അത് വേഗം വേറെ പാത്രത്തിലേക്ക് ആക്കി. നൂൽപ്പെട്ട് ഇങ്ങനെ കുഴച്ചത് ശരിയാവാത്തോണ്ടാണ് തോന്നുന്നത്. ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, ഒരുവിധം സെറ്റാക്കി എടുത്തിക്കണ്. അങ്ങനെ പിന്നെ നൂൽപ്പെട്ട് മുഴുവൻ അങ്ങോട്ട് ഫുള്ള് സെറ്റാക്കി എടുത്ത് ഞാൻ പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് നല്ല ക്ലീനാക്കി വെച്ച്. നമ്മൾ ചെയ്യുന്ന പണി അപ്പം ഓരോ പാത്രങ്ങളായാലും കഴുകി വെച്ചാൽ പിന്നെ പണി കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ സ്വതവേ അങ്ങനെയാണ് കേട്ടോ. ഓരോ പാത്രം എടുത്താൽ മാക്സിമം ആ പാത്രത്തിൽ തന്നെയാണ് അത് കഴുകിയിട്ടാണ് അടുത്തത് ഞാൻ അതിൽ ഉണ്ടാക്കുക. അധികം ഞാൻ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ നിരത്തിയിടാറില്ല. അപ്പോൾ ഒന്ന് മിത്തോട്ടം കാണാഞ്ഞിട്ട് ഒന്ന് അടുക്കളയിലേക്ക് തിരഞ്ഞു വന്നിക്കണ്. അത് വിശപ്പുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഉപ്പും പാത്രം കഴിക്കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്കൊന്നും വേണ്ട. എൻ്റെ കണ്ണ് വെട്ടിച്ച് ഉപ്പ് ഇങ്ങനെ വായിലിട്ട് ഇതാക്കാനാണ്. നല്ല ഉപ്പ് കഴിക്കും കേട്ടോ. കണ്ണ് തെറ്റി അപ്പോൾ ഉപ്പെടുത്ത് കഴിച്ചാളും. അങ്ങനെ അവനോട് ഒന്നും രണ്ടും പറഞ്ഞൊക്കെ ഇന്ന് നേരം കൊണ്ട് കറിയൊക്കെ സെറ്റായിക്കണ്. ഇഷ്ടകറി റെഡി ആയിക്കണ്. ഇനി തേങ്ങാപ്പാൽ സെറ്റാക്കണം. തേങ്ങാപ്പാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മക്കളാണ് തേങ്ങാപ്പാൽ ഞാൻ നൂൽപ്പെട്ട് കഴിക്കുകയില്ല. അങ്ങനെ ഒരുവിധം രാവിലത്തെ ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ച് ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വീടിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായതാണ് കേട്ടോ. ഈ കർമ്മൂസ മരം നിറയെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ കറി എടുക്കാണ്ടപ്പോൾ ആൾക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ കറി വേണമെന്ന് പറഞ്ഞ് വാശിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കറിയൊക്കെ വെച്ചെടുത്ത് ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.